കൊച്ചിൻ കോർപ്പറേഷനിലെ UDF കൗൺസിലർ BJPയിൽ ചേർന്നു. ദേവൻകുളങ്ങര ഡിവിഷൻ കൗൺസിലർ ശാന്ത വിജയനാണ് BJPയിൽ അംഗത്വമെടുത്തത്. തൃപ്പൂണിത്തുറയിലെ മഹിളാ കോൺഗ്രസ് നേതാവും BJPയിൽ എത്തിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷൻ 32-ാം ഡിവിഷൻ ദേവൻകുളങ്ങരയിലെ UDF കൗൺസിലറായ ശാന്ത വിജയനാണ് UDF വിട്ട് ദേശീയതയുടെ ഭാഗമായത്. തൃപ്പൂണിത്തുറയിൽ നടന്ന BJP ജനമുന്നേറ്റ യാത്രയിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളോട് ഇഷ്ടം തോന്നിയതുകൊണ്ടാണ് BJPയിലേക്ക് വന്നതെന്നും നാടിന്റെ വികസനമാണ് ആഗ്രഹിക്കുന്നതെന്നും ശാന്ത വിജയൻ പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളുമായി വളരെയധികം എനിക്ക് ആ പ്രവർത്തനത്തോട് വളരെയധികം ഇഷ്ടം തോന്നി എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം ഒരു നാടിൻ്റെ വികസനമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ വികസനത്തിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നമ്മളുടെ ഈ BJPയുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടയായി ഇന്ന് ഇവിടെ ഞാൻ BJPയുടെ ഒരു പ്രവർത്തകയായിട്ട് നിങ്ങളോടൊപ്പം മുന്നോട്ട് വരികയാണ്. സംസ്ഥാനത്തെ വിവിധ നഗരസഭകളിലെ LDFന്റെയും UDFന്റെയും കൗൺസിലർമാരും നേതാക്കളും BJPയിലേക്ക് എത്തുകയാണെന്നും ശരിയായ മാർഗമെന്ന തിരിച്ചറിവാണ് കൂടുതൽ ആളുകളെ BJPയിലേക്ക് ആകർഷിക്കുന്നതെന്നും MD രമേശ് പറഞ്ഞു. LDFനും UDFനും എതിരായിട്ട് കേരളത്തിൽ വരുന്ന ജനവികാരം പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്ന ആളുകളാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഈ കൗൺസിലർമാരായിട്ടുള്ള ജനപ്രതിനിധികൾ. അതുകൊണ്ട് ജനവികാരം എന്താണെന്ന് പെട്ടെന്ന് അവർക്കാണ് മനസ്സിലാവുക. അതുകൊണ്ടാണ് LDFനും UDFനും എതിരായിട്ടുള്ള വികാരം കേരളത്തിലുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ധാരാളം ആളുകൾ BJPയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകുന്നത്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസനോന്മുഖമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇനി കേരളത്തിൻ്റെ ശരിയായിട്ടുള്ള മാർഗമെന്ന തിരിച്ചറിവാണ് ഇവരെല്ലാവരെയും BJPയിലേക്ക് എത്തിക്കുന്നത്. അവരെല്ലാവരെയും BJP സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും ധാരാളം ആളുകൾ, ധാരാളം നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരും. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരം പാർട്ടിയിലേക്ക് വരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കേരളം ഒരു മാറ്റത്തിന് തയ്യാറാവുകയാണ് എന്നുള്ളതിന് സൂചനയാണ് ഇതെന്നെല്ലാം ബോധ്യമാവുന്നത്. തൃപ്പൂണിത്തുറയിലെ മുൻ കോൺഗ്രസ് കൗൺസിലറും മഹിളാ കോൺഗ്രസ് നേതാവുമായ ചന്ദ്രിക ഹരിദാസും BJPയിൽ അംഗത്വം സ്വീകരിച്ചു. ജനം, കൊച്ചി.